ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബനാന പാൻ കേക്കാണ്. അതിന് 3 റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം ഞാൻ ഇതുപോലെ നന്നായി ഉടച്ചെടുക്കുകയാണ്. ഫോർക്ക് കൊണ്ട് ഇതുപോലെ നന്നായി പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തു. അതിനുശേഷം 2 മുട്ട, 2 സ്പൂൺ കോൺഫ്ലവർ, 2 സ്പൂൺ ഓട്സ് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തു. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചു. അതിൽ ഇത്തിരി നെയ്യ് സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള ഒരു പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു. ഒടുവിൽ ഈ കൂട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. 10 മിനിറ്റ് ചെറിയ തീയിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. കേക്കൊക്കെ വേവിക്കുന്ന ആ രീതിയിൽ 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം തിരിച്ചിടണം. അപ്പം നമ്മുടെ പാൻ കേക്ക് റെഡിയായി. നല്ല ടേസ്റ്റിയാണ്. ഞാനിതിൽ എക്സ്ട്രാ മധുരമൊന്നും ആഡ് ചെയ്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ഇത്തിരി ഹണി ആഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് പഴത്തിൻ്റെ നല്ല സ്വീറ്റ്നെസ് കാരണം ഞാൻ കൂടുതൽ മധുരമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, സോഫ്റ്റുമാണ്. ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല രുചിയുണ്ട്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രമാത്രം. നെക്സ്റ്റ് റെസിപ്പിയുമായി നെക്സ്റ്റ് ടൈമിൽ കാണാം. ഓക്കെ, ബൈ.